മക്കളെ, നമ്മളിപ്പോൾ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ ക്ലാസ്സസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ +2 കയറിയ മക്കൾക്കും ഈ വീഡിയോസ് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജൂൺ 3-ാം തീയതി ഒക്കെ സ്കൂൾ തുറക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ എടുത്ത് തുടങ്ങും. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെയാണ് എടുത്ത് തുടങ്ങുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ ടോപ്പിക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു മെസ്സേജ് കണ്ടതാണ്, +1 3 സബ്ജക്റ്റ് ഫെയിലായി, ഇനി +2 എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എപ്പോഴത്തേക്കാണെന്നൊന്നുള്ളതൊന്നും ഇപ്പം വന്നിട്ടില്ല ഇതുവരെയും അല്ലേ. എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഥവാ ഇല്ലെങ്കിൽ മാർച്ചിൽ നിങ്ങളുടെ +2 എക്സാമിനേഷൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മക്കളാണെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ +1 കൂടെ കുറച്ചായിട്ട് ഒരു സമയം നിങ്ങൾ +1 കൂടെ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. അപ്പോൾ +2 നന്നായിട്ട് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ +1 പിന്നെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് +2 2 വർഷത്തെയും കൂടെ ചേർത്ത് ഒരു ഡബിൾ പാസ് കിട്ടിയാലും മതിയല്ലോ, 36 മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ +2 എങ്കിലും നന്നായി പഠിച്ച് പാസ്സാവാനുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. നന്നായി പഠിച്ച് ആദ്യമേ തന്നെ പഠിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം കുറേ പേര് മെസ്സേജസിലൂടെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് കൂടുതൽ മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്നത്, പിന്നെ റിയോപ്റ്റിക്സും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഡെറിവേഷൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പുറകെ വരും. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ട ഡെറിവേഷൻസ്. അപ്പോൾ ഈ ഡെറിവേഷൻസിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ല, അതിന് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഈ ഡെറിവേഷൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെറിവേഷൻസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണ് എന്ന് ഉള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ. ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലും ഇക്വിറ്റോറിയൽ ലൈനിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 × 2p/r³ എന്നും ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിൽ 1/4πε0 × p/r³ എന്നും വരുന്ന ആ ഡെറിവേഷൻ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഗോസസ് തിയറത്തിന്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. രണ്ടാമത്തത് ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. മൂന്നാമത്തത് ഒരു സ്ഫെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻസും തീർച്ചയായിട്ടും പഠിക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഡെറിവേഷൻ ആയിട്ട് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അതുമല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗോസസ് തിയറം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് അതേ ചാപ്റ്ററിൽ തന്നെയാണ് ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇക്വേഷൻ? ടോർക്ക് = P × E, അതായത് PE sin θ എന്ന് വരുന്ന ഇക്വേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. മൂന്ന് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പിന്നെ ആപ്ലിക്കേഷൻസ് 3, 5, ടോർക്ക് 1, 6 ഡെറിവേഷൻസ്. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. മുന്നേ ചോദിച്ചാൽ പഴയ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ 1/4πε0 × P cos θ/r² - a² എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഡെറിവേഷനും ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെറിവേഷൻസ് മിസ് ഇതന്നെ ചെയ്ത് തരണം. ഈ ഡെറിവേഷൻസ് മിസ് ഒന്നും കൂടെ ഡെറിവേഷൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ ആവശ്യമാണ് കൂടുതലും കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇക്വേഷൻസ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/CS = 1/C1 + 1/C2 ആണ്. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ CP = C1 + C2 ആണ്. അതാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. C = ε0A/d എന്നുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇനി ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ഒരു പ്രോബ്ലം എങ്കിലും ചോദിക്കാത്ത ചോദ്യപേപ്പർ ഇല്ല.
സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ നിന്നും. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ്. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ഡെറിവേഷനെ കാട്ടിലും. ഏതാണ്? കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ I is equal to NAVD into E എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതാണ്? നമ്മൾ ടീച്ചേഴ്സ് പല രീതിയിൽ അത് പഠിപ്പിച്ചത്. NAVD into E എന്നുള്ള ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻ പഠിക്കുക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്, A ഏരിയ ആണ്, VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയറായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ P/Q=R/S. അതിൻ്റെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ എന്താണ് നമ്മളിതും പഠിക്കണം. നമ്മുടെ കിർച്ചോഫ് ലോയും അത് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. കിർച്ചോഫിൻ്റെ 2 ലോ ഉണ്ട്, കറണ്ട് ലോയും ലൂപ്പ് റൂളും അല്ലെങ്കിൽ വോൾട്ടേജ് ലോ എന്ന് പറയും. അത് രണ്ടും പഠിക്കണം. അതിൻ്റെ കൂടെയാണ് ഈ വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിളും കൂടെ പഠിക്കേണ്ടത്. അടുത്തത് 4ാമത്തെ പാഠം, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്താണ് കൂടുതൽ ഡെറിവേഷൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ, കറണ്ട് സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇപ്പോഴത്തെ ബോർഡ് എക്സാമിന് ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് സേ എക്സാമിന് റിപ്പീറ്റ് ചെയ്യത്തില്ലയോ എന്ന്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ബോർഡ് എക്സാമിന് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ തന്നെ വരാതിരിക്കാം. ചിലപ്പോൾ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. സേ എക്സാം കഴിഞ്ഞ വർഷത്തെ സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ വർഷം ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാത്തത്. പക്ഷേ 3 മാർക്സിൻ്റെ ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറം വെച്ചിട്ട് ചെയ്യുന്ന സോളിനോയിഡിൻ്റെ ഇക്വേഷൻ, അതായത് B = μ0 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ അത്. ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഏതാണ് ഇക്വേഷൻ? F is equal to BIL എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. F is equal to BIL അല്ലെങ്കിൽ ILB sin theta അല്ലെങ്കിൽ IL cross B എന്നുള്ള ഇക്വേഷൻ ആണിത്. അടുത്തത് ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. 2 കണ്ടക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സിൻ്റെ അക്രോസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ആൻസർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ബോർഡ് എക്സാം എന്തായാലും ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ് ഇക്വേഷൻ എന്താ വരുന്നത്? F is equal to μ0/2π into I1 I2/A എന്നുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് പഠിക്കണം. അടുത്തത് ടോർക്ക് ആക്ടിങ് ആണ് റെക്ടാങ്കുലർ കോയിൽ. ടോർക്ക് ഇസ് ഈക്വൽ ടു M × B എന്ന് വരുന്ന ഇക്വേഷൻ വരുന്നത്. M × B. പക്ഷേ ഈ റെക്ടാങ്കുലർ കോയിലിനതും വളരെ ചുരുക്കം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ഫോഴ്സ് ഓൺ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡ്, സർക്കുലർ കോയിൽ, ഈ 4 ഡെറിവേഷൻസ് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മൂവിങ് കോയിൽ ഗാലനോമീറ്ററും കൺവേർഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഡെറിവേഷൻ്റെ ഭാഗത്തേക്ക് വരാത്തത് കൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാത്ത. മൂവിങ് കോയിൽ ഗാലനോമീറ്ററിൻ്റെ തിയറി എന്ന് പറയുന്നത് ചെറിയ ഡെറിവേഷൻ ഉണ്ട്. പക്ഷേ അത് ഡെറിവേഷൻ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, തിയറിയാണ്. അതുകൊണ്ടാണ് അത് ഇപ്പം ഇതിനകത്തേക്ക് പറയാത്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 13 ചോദ്യങ്ങൾ ആണ് നമ്മൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിർബന്ധമായിട്ടും ഒരു കാരണവശാലും ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം മിസ് വീണ്ടും പറയുവാണ്, ഇനി ഇതിൻ്റെ ഡെറിവേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ചെയ്തതിനകത്ത് ഇതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയും ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെയും പിന്നെ ലിങ്ക് കൊടുത്തേക്കാം. അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഡൗട്ട്സ് ഉള്ളവർ മിസ്സിൻ്റെ വാട്സപ്പ് നമ്പർ അതിനകത്തുണ്ട്, വാട്സപ്പിലേക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ മിസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട. വീഡിയോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിന് അറിയാം, നിങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടാണ്. കാരണം നിങ്ങളിപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിത് കാണില്ല. പിന്നെ എക്സാം അടുപ്പിക്കുമ്പോൾ ഈ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോവും. അപ്പം നിങ്ങൾ കുറച്ചായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഡെയിലി ഇങ്ങനെ വീഡിയോസ് വരുമ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവും പഠിക്കാൻ. അപ്പോൾ എക്സാം അടുപ്പിച്ചെന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻ്റ് അല്ല, എന്നാലും ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ വീഡിയോസ് വന്ന് തുടങ്ങും റെഗുലറായിട്ട്. നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മിസ്സിൽ വിട്ടേക്കുക. ഇപ്പം മിസ്സ് പറയുന്നത് പോലെ ഇതുപോലെ ഫോളോ ചെയ്ത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.